ഹായ്. അഭിൻ ഹരിഹരൻ രചനയും സംവിധാനവും നിർവഹിച്ച് 2025 പുറത്തിറങ്ങിയ തമിഴ് ആക്ഷൻ ത്രില്ലർ ചിത്രമായ ഒദേസ് എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഗ്രാൻഡ് പിക്ചേഴ്സ് നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രത്തിൽ ആദിത്യ മാധവൻ, ഗൗരി ജി കിഷൻ, അജു കുര്യൻ എന്നിവരാണ് പ്രധാന കഥാപാത്രമായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമയുടെ പേര് പറയുന്ന പോലെ തന്നെയാണ് ഇതിലെ കഥയും വരുന്നത്. അതായത് ഇതിലെ കഥയുടെ സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാൻ ഒരു വാൻ അപകടത്തിൽപ്പെടുന്നു. ആ വാനിൽ ഉണ്ടായിരുന്ന 3 സ്ത്രീകളും ഒരു പുരുഷനും മരണപ്പെടുന്നു. അപ്പൊ അതിന്റെ കേസന്വേഷണവുമായിട്ടാണ് നമ്മുടെ കഥാനായകൻ വരുന്നത്. അങ്ങനെ കഥാനായകൻ ഈ ഒരു കേസിനായിട്ട് അന്വേഷിച്ചു നടക്കുന്ന സമയത്ത് തന്നെ കഥാനായികയുടെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലില് ഡോക്ടറാണ്. ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ പ്രഗ്നൻസി ഡോക്ടറാണ്. അതായത് കുട്ടികളില്ലാത്തവർക്ക് ഒരു ഒരു ട്രീറ്റ്മെന്റിലൂടെ കുട്ടികളെ സെറ്റാക്കി കൊടുക്കുന്ന ഒരു സംഭവമാണ് ആ ഡോക്ടർ ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ചെറിയൊരു പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഒരു കേസുമായിട്ട് നമ്മുടെ കഥാനായകനും പോകുന്നുണ്ട്. 2 കേസും ലാസ്റ്റ് ഒരുമിച്ച് എത്തുന്ന ഒരു കഥയാണ് ഇതിലോട്ട് വരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും അന്വേഷിക്കുന്ന ആ ഒരു ആള് എന്ന് പറയുന്നത് ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തികളാണ്. അപ്പോൾ ഇതിലെ ആ ഒരു കൊലപാതകം ചെയ്യാനുണ്ടാവുന്ന ആ ഒരു മോട്ടിവേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നേരത്തെ ഒരു പേര് ഞാൻ പറഞ്ഞല്ലോ, സിനിമയുടെ പേര് ഒദേസ്. അതായത് ഇപ്പൊ ഒരാണാണെങ്കിൽ മെന്നെന്നും പെണ്ണാണെങ്കിൽ വുമൺ എന്നും വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടുമല്ലാത്ത ആൾക്കാരെ എന്താണ് പറയുക, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ജനം ഏറ്റെടുക്കുക, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ജനങ്ങൾ പറയുന്നത്, ആ ഒരു രീതിയിലൊക്കെ ഉള്ള ഒരു സംഭവമാണ് ഈ സിനിമയിൽ എടുത്തു വെച്ചിട്ടുള്ളത്. അതായത് ഇതിലെ വില്ലൻ കഥാപാത്രം ചെയ്യുന്ന ആള് ഒരു ട്രാൻസ്ജെൻഡർ ആണ്. അതായത് ആണുമല്ല പെണ്ണുമല്ല, രണ്ടിന്റെയും നടുക്കിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഇതിലെ വില്ലന്റെ ക്യാരക്ടർ അഭിനയിക്കുന്നത്. അപ്പൊ വില്ലന്റെ ആ ഒരു ക്യാരക്ടർ, അതായത് ആ വില്ലൻ അതിലോട്ട് വരാനായ സാഹചര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിലെ വില്ലൻ കഥാപാത്രം ചെയ്യുന്ന ആളുടെ പേര് വേദ എന്നാണ്. വേദിക എന്നായിരുന്നു ആദ്യം ആ ഒരു കഥാപാത്രത്തിന്റെ പേര്. അതായത് പെണ്ണായിട്ട് ഒരു ഫാമിലിയിൽ ഒരു പെങ്കൊച്ചായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു പെങ്കൊച്ചിന് ആണുങ്ങളുടേതായിട്ടുള്ള അഭിരുചികളും കാര്യങ്ങളൊക്കെ വരുന്നു. പിന്നീട് ആ ഒരു അഭിരുചി ഈ പറയുന്ന കഥാപാത്രം ഒരു ഡോക്ടറാവാൻ പഠിക്കാൻ പോകുന്നുണ്ട്. അവിടെ ഉണ്ടാവുന്ന ആ ഒരു കുത്തുവാക്കും കാര്യങ്ങളൊക്കെ കേട്ട് മനം നൊന്നിട്ടാണ് ഈ ഒരു വില്ലത്തരത്തിലോട്ട് കയറി വരുന്നത്. പക്ഷെ അവന്റെ ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ചെയ്യുന്ന ആ ഒരു ക്രൈം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിന്നീട് ഉണ്ടാവുന്ന ഇതുപോലെ ഉണ്ടാവുന്ന കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ ഇവന്റെ രീതിയിലോട്ട്, അതായത് ഇവൻ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ മറ്റുള്ള പിള്ളേരൊക്കെ വന്ന് ഇവനക്ക് ആ ഒരു എന്താ പറയാ അത്രയും ആൾക്കാരുമായിട്ടുള്ള ഒരു കൂട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു സംഭവമാണ് ഇതിലെ വില്ലൻ കഥാപാത്രം ചെയ്യുന്നത്. അതായത് ഇവൻ ആ ബോഡിയിൽ പെണ്ണാണെങ്കിലും ബാക്കി എന്താണ് അവരുടെ നവരസങ്ങളെല്ലാം ആണായിട്ട് മാറുകയും അത് രസകരമായിട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു കഥ. അപ്പൊ അതില് ഇടപെടുന്ന ആൾക്കാരെ ഇവൻ തന്നെ കൊല്ലുന്നുണ്ട്. ആ കൊലപാതകത്തിന് പിന്നാലെ പോകുന്നതാണ് നമ്മളെ കഥാനായകൻ. അപ്പോൾ ഇതിനെല്ലാം കാരണമായിട്ടുള്ള കുറെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ബോറടി ഒന്നുമില്ല. പിന്നെ ഇതിൽ അഭിനയിച്ച ആൾക്കാരിൽ പലരും നമ്മള് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നതാണ്. 1-2 ആൾക്കാരൊക്കെ അവിടെയോടൊക്കെ ഞാൻ അവരുടെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ആ ഒരു പെങ്കൊച്ച് എനിക്ക് തോന്നുന്നത് 96 മൂവിയിലുള്ള ആ ഒരു ചെറുപ്പക്കാരൻ അഭിനയിച്ച ആ ഒരു പെങ്കൊച്ചാണ് ഇത് സിനിമയിലുള്ള നായിക. പിന്നെ നായക കഥാപാത്രമാണെങ്കിലും ഒരുവിധം എല്ലാവരും നല്ല രസമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഇതിലെ വില്ല കഥാപാത്രം അഭിനയിച്ചിട്ടുള്ള വേദ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവന്റെ ആ ഒരു പെണ്ണുങ്ങളുടെ ഒരു നവരസം, അത് കഴിഞ്ഞ് ആണുങ്ങളോട്ട് മാറുമ്പോൾ ഉള്ള ഒരു ഇതും, ലാസ്റ്റിലുള്ള ക്ലൈമാക്സ് സീനുകളും, പിന്നെ അതിനിടയ്ക്കുള്ള ഫൈറ്റും കാര്യങ്ങളും, പിന്നെ ആ ഒരു എന്താ പറയാ രസകരമായിട്ട് തന്നെയാണ് സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. ഈ ഒരു രീതിയിലാണ് സിനിമ പോകുന്നതും. ഇതിന്റെ ക്ലൈമാക്സ് ലാസ്റ്റ് ഈ പറയുന്ന വില്ലിനെ എന്തായാലും പോലീസ് പിടിക്കുമല്ലോ, അങ്ങനെ പിടിച്ച് കൊണ്ടുപോകുന്ന സീനിലാണ് പടം അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഈ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ത്രില്ലറും അതേപോലെ കുറച്ച് ആക്ഷനും പിന്നെ കുറച്ച് സസ്പെൻസും ഒക്കെ ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഓദേസ് എന്ന് പറയുന്ന ഈ തമിഴ് സിനിമ. അപ്പൊ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അടയ്ക്കണം. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഫോർ ഒരു 1 ടൈം കാണാൻ പറ്റുന്ന ഒരു ത്രില്ലർ മൂവി തന്നെയാണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അടയ്ക്കുക. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.